ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നതിനൊരു പ്രത്യേകതരം വൈബാണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് പൊങ്കാല ഇടുന്ന ആ ഒരു വൈബ് വേറെ എവിടെ പോയാലും കിട്ടില്ല. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെ ഇപ്രാവശ്യവും മാമിയും മോളും പിന്നെ നമ്മുടെ കുഞ്ഞു മൂത്തും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സ്പെഷ്യൽ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വല്യമ്മമാർ രണ്ടുപേരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് നമ്മുടെ പൊങ്കാല തലേ ദിവസത്തെ വൈകിട്ടത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പൊങ്കാല ഇടുന്നവർക്ക് രാവിലെ ഇഡലി സാമ്പാറും വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് നാട്ടുകാർക്ക്. അപ്പം അതിൻ്റെ പാചകം എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം അവർക്ക് സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് അരിയാൻ വേണ്ടിയിട്ട് കൊണ്ടുതരും. നമ്മൾ എല്ലാ പ്രാവശ്യവും സാധാരണ സവാളയും ഉള്ളിയൊക്കെ അരിഞ്ഞ് കൊടുത്തിട്ട് നൈസിന് രാത്രി ആകുമ്പോൾ കറങ്ങാൻ വേണ്ടി ഇറങ്ങും. ഇപ്രാവശ്യം ഞങ്ങൾ അങ്ങനെയൊന്നും ഇറങ്ങിയില്ല, കാരണം നടക്കാതെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. പിന്നെ പഴയതൊന്നും കേട്ടോ, പച്ച ഇപ്പം നടക്കേയില്ല, ഭയങ്കര മടിയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം കോവിഡിൽ നടക്കാനും കാണാനൊന്നും പോയില്ല. നിങ്ങൾ വീട്ടിലിരുന്ന് മലക്കരയിരിക്കുമായിരുന്നു കേട്ടോ പരിപാടി. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മമാരാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പം അവരിതൊക്കെ മലക്കരയൊക്കെ അരിയും, അതിൻ്റെയൊക്കെ ഞങ്ങൾ പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞപ്പോൾ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയാണ് പിടിച്ച് കിടത്തി ഉറക്കിയത്. അങ്ങനെ ഉറങ്ങി രാവിലെ വീട്ടപ്പോഴത്തേക്ക് വീട് നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ബന്ധുക്കളും പിന്നെ അല്ലാതെ പൊങ്കാല ഇടാൻ വെളിയിൽ വരുന്ന ആൾക്കാരും, അങ്ങനെ ഒരുപാട് വീടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ ഏകദേശം ഒരുപാട് അടുപ്പുകളും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ നിറയെ വണ്ടികളും ഒക്കെ ആയി. മൊത്തത്തിൽ ഭയങ്കര ബഹളവും ആൾത്തിരക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ നച്ചുക്കുട്ടി എണീറ്റപ്പോഴത്തേക്ക് നച്ചൂസിന് ചെറിയ പനിയുടെ ഒരു ആരംഭം ഉണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് അവളെ എന്നെ മേലെ പിടിപ്പിച്ചു, ഞാനും കുളിച്ചു. എന്നിട്ട് അവൾക്ക് പനിയുടെ മരുന്നൊക്കെ കൊടുത്തു. പിന്നെ പൊങ്കാലിടാത്തവർക്ക് കാപ്പിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ വലിയമ്മ തെരളിയും മണ്ടപ്പൂറ്റൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് മാവ് കുഴയ്ക്കലും അപ്പം തെരളിക്കുള്ള എല്ലാ സെറ്റപ്പും ഒക്കെ നേരത്തെ തന്നെ ചെയ്തു വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇടയ്ക്ക് പിള്ളേർ കുറച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം ഞങ്ങൾ ഒരുപാട് ദൂരമൊന്നും പോയില്ല, കുറച്ച് ദൂരം പോയിട്ട് തിരിച്ച് നടന്നു വന്നു. പൊറോട്ടയുള്ള പൊങ്കാലകളൊക്കെ കാണാമല്ലോ, അങ്ങനെ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് നടന്നിട്ടൊക്കെ വന്നു. അങ്ങനെ 10:15 ഏകദേശം പൊങ്കാല തീകത്തിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചത് പാൽപ്പായസമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ സാധാരണ പായസം വെച്ചു. പിന്നെ വല്യമ്മമാർ തെരളി മണ്ടപ്പുറ്റ് പിന്നെ വെള്ളച്ചോറ്, അങ്ങനെ എല്ലാ ഐറ്റവും വെച്ചു കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാവരും വെറൈറ്റി എല്ലാ ഐറ്റംസും, ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ഐറ്റവും കിട്ടും. മണ്ടപ്പുറ്റ്, തെരളി, പാൽപ്പായസം, വെള്ളച്ചോറ്, പിന്നെ സാധാരണ പായസം, അങ്ങനെ എല്ലാ ഐറ്റവും ഉണ്ടായിരുന്നു. പിന്നെ പൊങ്കാല ഇടുന്ന സമയത്ത് കുറച്ച് നേരം നജൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ണ് നീർ തുടങ്ങിയപ്പോഴത്തേക്കും നജൂസിൻ്റെ പയ്യെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. അപ്പം പൊങ്കാല കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പൊങ്കാല ഇടുന്ന പേരിൽ ചുമ്മാ ഇട്ടുന്നേ ഉള്ളൂ. അരിയൊക്കെ ഞാൻ തന്നെ ഇട്ടോ, ബാക്കി കൂടുതലും അമ്മയാണ് കേട്ടോ നോക്കിയത്. പിന്നെ എൻ്റെ ചേച്ചിക്ക് നേർച്ച ഉണ്ടായിരുന്നു 5 കലത്തിൽ പൊങ്കാല. അപ്പം ചേട്ടനും കുറച്ച് കൂടുതൽ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നിന്നിട്ടാണ് പൊങ്കാല ഇട്ടത്. അങ്ങനെ പൊങ്കാലൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ചോറ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അത്യാവശ്യം ചെറിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്യൂ ഒക്കെ നിന്ന് ചോറ് വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ കാപ്പിയൊന്നും കുടിച്ചില്ല കേട്ടോ, നേരെ ചോറ് വാങ്ങിച്ച് ചോറാണ് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വീട്ടിലെ കിടക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ആറ്റുകാലിൽ തന്നെ വെടികെട്ടു. അപ്പോഴത്തേക്ക് നേരിക്കാൻ സമയമായതുകൊണ്ട് നമ്മളെല്ലാവരും നേരെ പൊങ്കാലിൻ്റെ അടുത്ത് വന്നു. അപ്പം ഒരു 1:15 ആയപ്പോഴത്തേക്ക് നമ്മുടെ പോയിട്ട് നേരിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ നേരിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പായസമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് തന്നെ പായസം ഇട്ടോ, അതുകൊണ്ട് തന്നെ നമുക്കധികം ദൂരം നടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പിന്നെ എളുപ്പമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നേരെ പായസമൊക്കെ എടുത്ത് നേരെ തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ കൊണ്ടുവച്ചതിന് ശേഷം എല്ലാവരുടെ പായസവും നിരത്തി വെച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഓരോരുത്തരുടെ പായസം ടേസ്റ്റ് ചെയ്യില്ല അതിന് പരിപാടി. അങ്ങനെ നമ്മുടെ എല്ലാവരുടെ പായസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ വെളിയിൽ നിന്നാൽ തന്നെ നമുക്ക് കാണാം, ആൾക്കാരൊക്കെ പൊങ്കാലിട്ടിട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അതും എല്ലാം നോക്കി കണ്ടുകൊണ്ടിരുന്നു. പിന്നെ എല്ലാവരും ക്ഷീണമായിട്ട് അവിടെയൊക്കെ കിടന്ന് ഉറങ്ങാനും അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ അവസാനം അറിയാമല്ലോ, പിന്നെ എല്ലാവരും ടാറ്റ പറഞ്ഞ് പോകലിൻ്റെ ചടങ്ങാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഏകദേശം ബ്ലോക്ക് തീരുന്നവരൊക്കെ എല്ലാവരും നോക്കിയൊക്കെ ഇരുന്നു. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്, 5 അല്ല 4 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏകദേശം ഓരോരുത്തരായിട്ട് പോകാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് പോയി.
അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യത്തെ പൊങ്കാല നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ ഇതുപോലെ ആൾക്കാർ കൂടി വരും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എല്ലാവരും ഇതുപോലെ ഒത്തൊരുമിച്ച് കൂടെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ കുഞ്ഞും മുത്തവും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് ഏകദേശം എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രമായി. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പുതിയ വീഡിയോ വരുന്നവരെ ബൈ ബൈ.